சர்வதேச மகளிர் தினத்தை முன்னிட்டு வேர்ல்டு மலையாளி ஃபெடரேஷன் சார்பாக மகளிர் விழா நடைபெற்றது. கோவை ஆவாரம்பாளையம் இந்தியாவில் சர்வதேச மகளிர் தினத்தை முன்னிட்டு வேர்ல்டு மலையாளி ஃபெடரேஷன் சார்பாக மகளிர் தின விழா சிறப்பாக நடைபெற்றது. இவ்விழாவில் WMS கோயம்புத்தூர் செயலாளர் CC சன்னி வரவேற்று பேசினார். கோயம்புத்தூர் தலைவர் PMJF லயன் V ராஜன் மேனன் தலைமை தாங்கினார். குளோபல் தலைவர் ஸ்ரீ பவுலோஸ் தெப்பலா குத்துவிளக்கு ஏற்றி நிகழ்ச்சியை துவக்கி வைத்தார். மேலும் இவ்விழாவில் குளோபல் ஒருங்கிணைப்பாளர் டாக்டர் அனிலிபோ மற்றும் பல்வேறு சிறப்பு விருந்தினர்கள் கலந்து கொண்டு சிறப்புரையாற்றினார்கள். அதில் மகளிர் தினம் கொண்டாடுவது மகிழ்ச்சி அளிப்பதாகவும், ஒரு நாடு முன்னேற வேண்டும் என்றால் பெண்கள் முன்னேற வேண்டும், அப்பொழுதுதான் நாடு முழுவதும் முன்னேறும் என்பது அறிந்து அனைத்து துறைகளிலும் பெண்களை முன்னிறுத்தி அவர்களுக்கு என்று ஒரு அங்கீகாரத்தை ஏற்படுத்தி கொடுத்த அனைவருக்கும் நன்றி தெரிவித்தனர். அதேபோல் பெண்கள் முன்னேற்றத்திற்கு ஆண்களும் காரணமாக இருப்பது மிக மகிழ்ச்சி அளிப்பதாக உள்ளது என்றனர். கௌரவ விருந்தினர் உலகளாவிய இணைச் செயலாளர் திருமதி மேரி ரோஸ்லெட் தனது உரையை ஆற்றினார். ஏசியன் குளோபல் தலைவர் டாக்டர் ராஜேந்திர பிரசாத் மற்றும் குளோபல் ஏசியன் துணைத் தலைவர் திருமதி விஜயலட்சுமி ரமணி ஆகியோர் இந்நிகழ்ச்சிக்கு ஏற்பாடு செய்து உரை நிகழ்த்தினர். இறுதியாக இவ்விழாவில் சமூகத்தில் சிறந்த முறையில் சேவை செய்த இரும்பு பெண்மணி திருமதி விஜயலட்சுமி மற்றும் சின்னத்திரை விஜய் டிவி சூப்பர் பாடகி பேபி அக்ஷய் லட்சுமி ஆகியோர் கௌரவிக்கப்பட்டனர். 300க்கும் மேற்பட்ட பெண்கள் கலந்து கொண்டனர். இதில் WMF கோயம்புத்தூர் கவுன்சில் உறுப்பினர்கள், WMF கேரளா தேசிய உறுப்பினர்கள், அலுவலக பணியாளர்கள், நலம் விரும்பிகள் மற்றும் ஏராளமானோர் கலந்து கொண்டனர். ഗ്ലോബൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് അതുകൂടെ അത് ചേർന്നിരിക്കുന്ന എൻ്റെ കോർഡിനേറ്റർ എല്ലാവരും വന്ന് ചേർന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ കോയമ്പത്തൂർ കൗൺസിൽ ഒരുക്കിയിരിക്കുന്ന ഈ വുമൻസ് ഡേ സെലിബ്രേഷന് വേണ്ടി ഇവരെത്തിയിരിക്കുന്ന എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് കോയമ്പത്തൂർ കൗൺസിൽ. അതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ പൗലോസ് തെപ്പാല, വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റ്. വേൾഡ് മലയാളി ഫെഡറേഷൻ 164 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷൻ ഓസ്ട്രിയ വിയന്ന ആസ്ഥാനമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 164 രാജ്യങ്ങളുടെ ഏകദേശം 227ഓളം കൗൺസിലുകളോട് കൂടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും വോളണ്ടിയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 164 രാജ്യങ്ങളിൽ ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. UN കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഒരു സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ വേൾഡ് വൈഡ്. അത് മലയാളികൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പ്രവാസത്തിലേക്ക് മാറ്റപ്പെട്ട ആളുകളെയും കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ വളരെ സുതാര്യമായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ലാഭേച്ഛയുമില്ലാതെ സമൂഹത്തിന് നന്മ ചെയ്യാൻ, ഒരു സാമൂഹ്യ നന്മ എന്നുള്ള ഒരു തീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ കോയമ്പത്തൂർ കൗൺസിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് സ്റ്റേറ്റ് കൗൺസിൽ. അതിൻ്റെ ഈ ഒരു വനിതാ ദിന ആഘോഷ പരിപാടികളിലേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അവരെ അറിയിക്കുകയാണ്. വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീമതി ആനി ലുബു പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, അദ്ദേഹം വിയന്നയിലാണ്. ഞങ്ങളുടെ സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ, അദ്ദേഹം ഒമാനിലാണ്. ഞാൻ ഖത്തറിലാണ് എൻ്റെ പ്രവാസി ജീവിതം. എൻ്റെ പേര് ആനി ലിബു, ഞാൻ US-ലാണ്. ഇംഗ്ലീഷ് ഓക്കെ. ഐ എം ആനി ലിബു. ഐ എം സെറ്റിൽഡ് ഇൻ USA. I am appointed as Global Coordinator for World Malayali Federation. Today we are very happy to celebrate Women's Day program in Coimbatore Council, which is one of our prestigious council all over the place. So today's, we are celebrating the World Malayali Federation Women's Day in Coimbatore Council. It's a privilege
for us to celebrate here, and I really wanted to support all the women to come forward and come in leadership, where we have all our men officials who supported the women to come forward and be in each position which we all are there today. At least 30% of women are there in each positions throughout the World Malayali Federation organization in the leadership. So I wish all the women wonderful Women's Day, and let us support each other. Let us bring everyone together, and let us work together and come up in a good positions to make it a wonderful women leaders to this world. Thank you.